Geography first lesson, the earth in the solar system. All of you please listen me. How wonderful it is to watch the sky after sunset. One would first notice one or two bright dots shining in the sky. Soon you would see the number increasing. You cannot count them anymore. The whole sky is filled with a tiny shining objects. Some are bright, others dim. It seems as if the sky is studded with sky is studded with diamonds. They all appear to be twinkling. But if you look at them carefully, you will notice that some of them do not twinkle as others do. They simply grow without any flicker, just as the moon shines. നമുക്കറിയാം how wonderful it is to watch the sky after sunset. After sunset, we are watching sky. അല്ലേ ചെയ്യാറില്ലേ? Yes, it is very wonderful. അല്ലേ? It's very wonderful because some of them are twinkling. അല്ലേ? Some of them are bright. നമുക്ക് കാണാൻ പറ്റും. ഇത് ആകാശം നോക്കിക്കഴിഞ്ഞാൽ സൺസെറ്റിന് ശേഷം നമ്മള് ആകാശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ചിലതൊക്കെ എന്ത് ചെയ്യും? നല്ല ട്വിങ്ക്ലിംഗ് ആയിരിക്കും, നല്ല ബ്രൈറ്റ് ആയിട്ട് ട്വിങ്കിൾ ചെയ്യുന്നുണ്ടാവും. സം ഓഫ് ദം ആർ ഡിം, അധികം കളർ ഉണ്ടാവില്ല. അല്ലേ? അല്ലേ? നിങ്ങൾ കാണാറില്ലേ? കണ്ടിട്ടില്ലേ? യെസ്. അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? നമുക്കറിയാം, ഒരുപാട് ദൂരെ നിന്നാണ് നമ്മൾ അതിനെ വാച്ച് ചെയ്യുന്നത്. അല്ലേ? അല്ലേ? Along with these bright objects, you may also see the moon on most of the day. It may, however, appear at different times, in different shapes at different positions. You can see the full moon only once in about a month's time. It is full moon night or Purnima. A fortnight later, you cannot see it at all. It is a new moon night or Amavasya. On this day, you can watch the night sky best, provided it is a clear night. എന്താ പറഞ്ഞേ? Along with these bright objects, you may also see the moon on most of the days. നമുക്കറിയാം, പകുതി എല്ലാ ദിവസങ്ങളും, മിക്കവാറും ദിവസങ്ങളിൽ നമുക്ക് ചന്ദ്രനെ ആകാശത്ത് കാണാൻ പറ്റും. ഇല്ലേ? അല്ലേ? After sunset, when we are watching on the sky, we can see moon on it. അല്ലേ? ആകാശത്ത് നമുക്ക് നക്ഷത്രത്തെ കാണാൻ പറ്റും. എല്ലാ ദിവസവും കാണുമോ? ഡെയിലി കാണാറുണ്ടോ? വല്ലപ്പോഴൊക്കെ നമ്മൾ കാണാതെ ഇരിക്കാറില്ലേ? മൂണിനെ കാണാറില്ല. എന്തുകൊണ്ടാ? It may, however, appear at different times, in different shapes and different positions. എല്ലാ ദിവസവും ഒരേ ആകൃതിയിൽ ഒരേ സ്ഥലത്താണോ നമ്മൾ ചന്ദ്രനെ കാണുക? ആണോ? ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് കണ്ടു, അതേ സ്ഥലത്ത് നിങ്ങൾ നാളെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചന്ദ്രൻ ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. ഇന്ന് കണ്ട അതേ ആകൃതിയിലായിരിക്കോ നാളെ ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. അല്ലെ? ഷേപ്പ് മാറാം, പൊസിഷൻ മാറാം. അത് എന്തുകൊണ്ടാ? ഇന്ന് കണ്ട പൊസിഷനിലായിരിക്കില്ല നാളെ ചന്ദ്രനെ കാണുക. ഇന്ന് കണ്ട ഷേപ്പിലായിരിക്കില്ല നമ്മൾ നാളെ ചന്ദ്രനെ കാണുക. അല്ലെ? ഷേപ്പും പൊസിഷനും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. You can see the full moon only once in about a month's time. മാസത്തിൽ ഒരിക്കലാണ് ചന്ദ്രനെ മുഴുവനായി നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റുക. അല്ലെ? ഡെയിലി നിങ്ങൾ ഫുള്ള് നല്ല റൗണ്ട് ഷേപ്പിലാണോ ചന്ദ്രനെ കാണുക? ആണോ? അല്ല. ഇറ്റ് ഈസ് full moon night or പൂർണിമ. അതായത് മാസത്തിൽ ഒരിക്കൽ കാണുന്ന ആ വലിയ വട്ടത്തിലുള്ള ചന്ദ്രനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഫുൾ മൂൺ. എന്താ പറയാ? ഫുൾ മൂൺ അല്ലെങ്കിൽ പൂർണിമ എന്ന് പറയും. അണ്ടർലൈൻ ചെയ്തോ? ഫുൾ മൂൺ ഓർ പൂർണിമ. A fortnight later, you cannot see it at all. It is a new moon night or Amavasya. On this day, you can watch the night sky best, provided it is a clear night. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു പൂർണ്ണചന്ദ്രനെ, അതായത് ഫുൾ മൂണിനെ നമ്മൾ കാണുന്നത് മാസത്തിൽ ഒരിക്കലാണ്. അല്ലെ? A fortnight later, അതായത് ഫോർട്ട്നൈറ്റിന് ശേഷം. അല്ലെ? ഫോർട്ട്നൈറ്റിന് ശേഷം you cannot see it at all. അന്ന് രാത്രി ഫോർട്ട്നൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ കണ്ട മുഴുവൻ ചന്ദ്രനെ നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മാസത്തിൽ ഒരിക്കൽ നമ്മൾ ചന്ദ്രനെ മുഴുവനായി കാണും. അതാണ് പൂർണിമ അല്ലെങ്കിൽ ഫുൾ മൂൺ എന്നറിയപ്പെടുക.
ഇതേ ഫുൾ മൂണ് ഫോർട്ട് നൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഫുൾ മൂൺ മാറും അല്ലെ, അതിന്റെ ഷേപ്പ് മാറും. അതായത് പൂർണ്ണ നല്ല വട്ടത്തിലുള്ള ചന്ദ്രന്റെ ഷേപ്പ് മാറി വരും. ഓക്കെ, then it is a new moon. അതിന് പറയുന്ന പേരാണ് എന്ത്? ന്യൂ മൂൺ. അപ്പൊ ഫുൾ മൂൺ കഴിഞ്ഞതിന് ശേഷം, ഫുൾ മൂണിന്റെ ഫോർട്ട് നൈറ്റ് കഴിഞ്ഞതിന് ശേഷം കാണുന്ന ആ മൂണിന് പറയുന്ന പേരാണ് എന്ത്? ന്യൂ മൂൺ അല്ലെങ്കിൽ അമാവാസ്യ. ന്യൂ മൂൺ അല്ലെങ്കിൽ അമാവാസ്യ. ഓൺ ദിസ് ഡേ യു ക്യാൻ വാച്ച് ദ സ്കൈ, നൈറ്റ് സ്കൈ ബെസ്റ്റ്. ഈ ദിവസം ഈ അമാവാസ്യയുടെ അന്ന് നമുക്ക് എന്ത് ചെയ്യും? യു ക്യാൻ വാച്ച് ദ നൈറ്റ് സ്കൈ ബെസ്റ്റ്. നന്നായി ആകാശം നോക്കാൻ പറ്റും. പ്രൊവൈഡ് ഇറ്റ് ഈസ് എ ക്ലിയർ നൈറ്റ്. അന്ന് ആകാശം എങ്ങനെയായിരിക്കും? ഫുള്ള് ക്ലിയർ ആയിരിക്കും. ക്ലിയർ നൈറ്റ് ആയിരിക്കും ആകാശം. മനസ്സിലായില്ലേ? അപ്പൊ എന്താ ഫുൾ മൂൺ, എന്താ ന്യൂ മൂൺ എന്ന് മനസ്സിലായല്ലോ? ഫുൾ മൂൺ ന്യൂ മൂൺ മനസ്സിലായില്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ്. Do you wonder why can we see the moon and all those bright tiny objects during daytime? It is because of very bright light of the sun does not allow us to see all these bright objects of the night sky. Do you wonder why can we see the moon, all those bright tiny objects during the daytime? We cannot see the tiny objects. അല്ലെ, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാം? ടൈനി ഒബ്ജക്ട്സിനെ പകൽ സമയങ്ങളിൽ കാണാൻ പറ്റില്ല. കാണാൻ പറ്റുമോ? ക്യാൻ യു സീ സ്റ്റാർസ് ഡ്യൂറിംഗ് ദി ഡേ ടൈം ഓൺ ദ സ്കൈ? കാണാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ ആകാശത്തോട്ട് നോക്കിയാട്ടെ, എവിടെയെങ്കിലും ഒരു നക്ഷത്രത്തെയോ സൂര്യനെ കാണുന്നുണ്ടോ? അതെവിടെ പോയതാ? അതെവിടെ പോയതാ? അത് അവിടെ തന്നെ ഉണ്ടല്ലേ, അത് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് അത് എന്തുകൊണ്ട് അതിനെ കാണാൻ പറ്റാത്തത്? ആദിത്യ, എന്തുകൊണ്ടാ മോനെ? നമുക്ക് ആ പകലുള്ള അതേ സ്റ്റാർസും അതേ മൂണൊക്കെ ആകാശത്ത് തന്നെ ഉണ്ട്. പക്ഷെ വി കനോട്ട് സീ ദാറ്റ് വൺ ബിക്കോസ് ഓഫ് ദ സൺലൈറ്റ്. ക്ലിയർ? ബിക്കോസ് ഓഫ് ദ സൺലൈറ്റ്. അതായത് സൺലൈറ്റിന്റെ സൺലൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് പകൽ സമയങ്ങളിൽ ആ ടൈനി ഒബ്ജക്ട്സ്, ആകാശത്തിലെ ടൈനി ഒബ്ജക്ട്സിനെ കാണാൻ കഴിയുന്നില്ല. മനസ്സിലായോ സായി കൃഷ്ണ? ഇപ്പൊ രാത്രി ഉള്ളത് പോലെ നക്ഷത്രങ്ങൾ പകൽ സമയത്തും ആകാശത്ത് തന്നെ ഉണ്ട്. പക്ഷെ സൂര്യന്റെ പ്രകാശം നല്ല പ്രകാശം ഉള്ളത് കൊണ്ടാണ് നമുക്ക് പകൽ സമയങ്ങളിൽ നക്ഷത്രങ്ങളെ കാണാൻ പറ്റാത്തത്. ഏബലെ മനസ്സിലായോ? ഏബൽ ബിനോയ്, ഗ്രേസ്, ഷഹാന. Then the sun, the moon and all those objects shining in the night sky are called celestial bodies. The celestial bodies എന്ന് പറഞ്ഞാലേ what is the meaning of celestial bodies? എന്താ മക്കളെ celestial bodies എന്ന് പറഞ്ഞാലേ? ഷൈനിങ് ഒബ്ജക്ട്സ് അല്ലെ. ഷൈനിങ് ഒബ്ജക്ട്സിന് പറയുന്നത് സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന ഷൈനിങ് ഒബ്ജക്ട്സിന് പറയുന്ന പേരാണ് എന്ത്? സെലഷ്യൽ ബോഡി. അണ്ടർലൈൻ ചെയ്തോ? ന്യൂ വേർഡ് ആണ്, കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാന്ന് തോന്നുന്നല്ലേ ഹന്ന? ഇപ്പൊ സെലഷ്യൽ ബോഡി എന്താ നോക്കാം. ദ സൺ, ദ മൂൺ ആൻഡ് ഓൾ ദോസ് ഒബ്ജക്ട്സ് ഷൈനിങ് ഇൻ ദ നൈറ്റ് സ്കൈ. ആകാശത്തിലെ രാത്രി കാലങ്ങളിൽ തിളങ്ങി കാണുന്ന എല്ലാ ടൈനി ഒബ്ജക്ട്സിനും കൂടെ പറയുന്ന പേരാണ് സെലഷ്യൽ ബോഡി. മനസ്സിലായോ? വാട്ട് ഈസ് സെലഷ്യൽ ബോഡീസ്? സൺ, ദെൻ മൂൺ, stars, അല്ലെ? sun, moon, etc. are shining in the sky. These tiny objects are known as celestial bodies. അങ്ങനെ ആകാശത്ത് തിളങ്ങി കാണുന്ന ഈ എല്ലാ ഒബ്ജക്ട്സിനും കൂടെ പറയുന്ന പേരാണ് celestial bodies. Clear? Next one. Some celestial bodies are very big and hot. They are made up of gases. They have their own heat and light, which they emit in large amounts. These celestial bodies are called stars. The sun is a star. So celestial bodies ചിലതൊക്കെ എന്താ വലിയതായിരിക്കും അല്ലെ, ചിലതൊക്കെ വലിയതായിരിക്കും, ചിലത് നല്ല ചൂടായിരിക്കും അല്ലെ. some celestial bodies are too big, some of them are too hot. ചിലത് നല്ല ചൂടുള്ളതായിരിക്കും, ചിലത് നല്ല വലിപ്പം ഉണ്ടാവും. They are made up of gases. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? These big and hot celestial bodies are made up of different gases. ഈ different gas കൊണ്ടാണ് ഈ celestial bodies ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. They have their own heat and light. അതിനെന്തുണ്ട്? സ്വന്തമായി ചൂടും വെളിച്ചവും ഉണ്ട്. മനസ്സിലായോ? They have their own heat and light.
But some celestial bodies are big and hot. These are made up of gases and they have their own heat and light. ഇതിന് സ്വന്തമായിട്ട് എന്തുണ്ടാവും? ഹീറ്റ്, ചൂടുണ്ട്, അതുപോലെ സ്വന്തമായി പ്രകാശവും ഉണ്ട്. These celestial bodies are called stars. ഇങ്ങനെയുള്ള celestial body എന്ന് പറയുന്ന പേരാണ് എന്ത്? സ്റ്റാർസ് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ എന്ന് പറയും. അപ്പം ആകാശത്തിൽ കാണുന്ന വലിയ വലിയ celestial body, അതേപോലെ ആകാശത്ത് കാണുന്ന ചൂടുള്ള celestial body, ഗ്യാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള celestial body അല്ലെ, അതിന് സ്വന്തമായി ചൂടും പ്രകാശവും ഉള്ള celestial bodies എന്ന് പറയുന്ന പേരാണ് stars. Sun is a star. സൂര്യൻ എന്താണ്? ഒരു നക്ഷത്രമാണ്. മനസ്സിലായോ? അപ്പൊ എന്താ സ്റ്റാർസ് എന്ന് പറഞ്ഞാല്? എന്താ celestial bodies എന്ന് പറഞ്ഞാല്? celestial bodies എന്ന് പറഞ്ഞാല് sun, moon and the tiny objects shining in the sky, shining in the night sky are called celestial bodies. Some celestial bodies are big and hot. These are made up of gases. These celestial bodies have their own heat and light. These are known as stars. ഇതിനാണ് പറയുന്നത് stars എന്ന് പറയും. സ്വന്തമായി ചൂടുണ്ട്, സ്വന്തമായി വെളിച്ചമുണ്ട്, സ്വന്തമായി അല്ല പിന്നെ ബിഗ് ആണ്, ഹോട്ട് ആണ്, ഇങ്ങനെയുള്ള celestial body എന്ന് പറയുന്ന പേരാണ് ഏത്? സ്റ്റാർസ് എന്ന്. മനസ്സിലായോ? എന്താ സ്റ്റാർസ് എന്ന് മനസ്സിലായോ മോനെ മുഹമ്മദേ? മനസ്സിലായി. Next paragraph. Countless twinkling stars in the night sky are similar to the sun, but we don't feel their heat or light, and they look so tiny because they are very very far from us. നമുക്കറിയാം ചില നക്ഷത്രങ്ങൾ ആകാശത്തിൽ എണ്ണാൻ പറ്റാത്തത്രയും നക്ഷത്രങ്ങൾ ഉണ്ടല്ലേ. Countless numbers, countless twinkling stars are in the night sky. അതായത് രാത്രി കാലങ്ങളിൽ ആകാശത്തില് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയും നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ട് അല്ലേ? അല്ലേ? ഉണ്ട്. ബട്ട് വി ഡോണ്ട് ഫീൽ ദർ ഹീറ്റ്. നമുക്ക് അതിന്റെ ചൂടോ വെളിച്ചമോ കിട്ടില്ല. ആകാശത്തിൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയും കൗണ്ട്ലെസ് നമ്പേഴ്സ് ഓഫ് stars are twinkling in the night sky, but we cannot see that, or we cannot feel the heat and light of that. അതിന്റെ ഹീറ്റ് ആൻഡ് ലൈറ്റ് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല അല്ലെ? അതെന്തുകൊണ്ടാ? they look so tiny because they are very very far from us. എന്തുകൊണ്ടാണ് നമുക്ക് അതിന്റെ ചൂട് കിട്ടാത്തത്? ആകാശത്തിൽ എണ്ണാൻ പറ്റാത്തത്രയും നക്ഷത്രമുണ്ട്, പക്ഷെ നമുക്ക് ഒരിക്കലും അതിന്റെ ചൂട് അനുഭവപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ വെളിച്ചം നമുക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ടാ? they are very far from us. നമ്മളിൽ നിന്ന് ഒരുപാട് അകലെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിന്റെ ചൂടോ വെളിച്ചമോ നമുക്ക് കിട്ടാത്തത്. മനസ്സിലായോ? ആകാശത്തിൽ പകൽ സമയങ്ങളിൽ നക്ഷത്രങ്ങൾ ഉണ്ട്, അത് സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. പിന്നെ മാത്രമല്ല ആകാശത്ത് ഒരുപാട് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയും നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ട്, അതിന് നമുക്ക് കാണാൻ അതിന്റെ ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് നമുക്ക് ഒരിക്കലും നമ്മളെ പ്രസന്റ് ചെയ്യുന്നില്ല. കാരണം അത് ഒരുപാട് അകലങ്ങളിലാണ്. വെരി വെരി ഫാർ ഫ്രം us. Countless numbers of stars are twinkling in the sky, twinkling in the night sky. We cannot feel the heat and light because they are very far from us. Clear? ഒരുപാട് ദൂരത്തായതുകൊണ്ട് നമുക്ക് അതിന്റെ ചൂടോ വെളിച്ചോ കിട്ടാത്തത്. മനസ്സിലായില്ലേ? അത്ര ഒന്ന് വായിച്ചു നോക്കിയ മക്കളെ പെട്ടെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ഫുൾ മൂൺ, ന്യൂ മൂൺ, celestial bodies, സ്റ്റാർ. പഠിച്ചില്ലേ? വൈസേ മോനെ പഠിച്ച് മനസ്സിലായില്ലേ? നെക്സ്റ്റ് പേജ് നമ്പർ 2. You must have noticed that all objects look smaller when seen from a distance.
how small an aeroplane looks when it is flying at a great height. നമുക്കറിയാം, you must have noticed that all objects look smaller. അല്ലേ? We have noticed when the aeroplane is flying on the sky, it is 2. Its size is 2. അല്ലേ? Have you noticed? Have you noticed that? ചെയ്തിട്ടില്ലേ? So you must have noticed, or we must have noticed that an object looks smaller on the sky. When the aeroplane is flying on the sky, it is too small. അല്ലേ? അതെന്തുകൊണ്ടാ? ഡിസ്റ്റൻസ് അല്ലേ? നമ്മളിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ്, ഒരുപാട് അകലത്തിലാണ് എയറോപ്ലെയിൻ ഫ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിന്റെ സൈസ് വളരെ ചെറുതായി തോന്നുന്നത്. അല്ലേ? നമുക്കിപ്പം നമ്മൾ നിൽക്കുന്നിടത്ത് അതിനപ്പുറം തൊട്ടപ്പുറത്ത് ഒരു മലയുണ്ട് നോക്കിക്കോ. മലയിലെ വാഹനങ്ങൾ പോകുമ്പോൾ എങ്ങനെയാ ഉണ്ടാവുക? വലിയ ബസ്സിന്റെ അത്രയും വലിപ്പത്തിൽ നമുക്ക് കാണുമോ എഡ്വിനെ? ഇപ്പൊ നമ്മൾ സ്കൂളിൽ ഇവിടെ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് മിസ് ഇരിക്കുന്നതിന് തൊട്ടപ്പുറത്ത് ഒരു മലയുണ്ടെന്ന് സപ്പോസ് ചെയ്യാം. അവിടുന്ന് ആ മലയുടെ മുകളിലൂടെ ഒരു ബസ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ലോറി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാറ് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അതേ സെയിം വലിപ്പത്തിലാണ് നമുക്ക് ഇവിടെ കാണുക? അല്ല, അതിനെ ചെറുതായി മാത്രമേ കാണുള്ളൂ. അല്ലെ? അതെന്തുകൊണ്ടാ? ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മളും ആ വാഹനവും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് അതിനെ ചെറിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളും. While watching the night sky, you may notice various patterns formed by different groups of stars. These are called constellations. Ursa Major or Big Bear is one such constellation. One of the most easily recognizable constellation is the Saptarshi. Sapta means 7. Rishi means sages. It is a group of 7 stars that forms a part of Ursa Major constellation. Ask someone elder in your family or neighborhood to show you more stars, planets and constellations in the sky. While watching the night sky, നമ്മൾ രാത്രി കാലങ്ങളിലെ ആകാശത്തെ നിരീക്ഷിച്ചാൽ, you may notice various patterns formed by different groups of stars. നമുക്ക് പല ആകൃതിയിലുള്ള നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. അല്ലേ? While watching the night sky, we can see different groups of stars. പല തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെ നമുക്ക് കാണാൻ പറ്റും. Ursa Major or Big Bear or Ursa Major is one such constellation. അങ്ങനെ ഗ്രൂപ്പായി കാണുന്ന നക്ഷത്രങ്ങളെ പറയുന്ന പേരാണ് കോൺസ്റ്റലേഷൻ. എന്താ പറയാ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്. കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാല് ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്, നക്ഷത്രങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻസ് എന്ന് പറയാം. അപ്പൊ while watching the night sky, you may have noticed different patterns formed different groups of stars. Ursa Major or Big Bear is one such a group. These group of stars are known as constellation. രാത്രികാലങ്ങളിൽ ആകാശത്ത് കാണപ്പെടുന്ന പല രൂപത്തിൽ കാണപ്പെടുന്ന പല പാറ്റേൺസിൽ കാണപ്പെടുന്ന നക്ഷത്ര സമൂഹങ്ങളെ പറയുന്ന പേരാണ് കോൺസ്റ്റലേഷൻ. മനസ്സിലായോ ഷഹാന? കോൺസ്റ്റലേഷൻ എന്താ മനസ്സിലായോ? കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാല് ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ് കേട്ടോ. രാത്രി കാലങ്ങളിലെ ആകാശത്ത് കാണുന്ന പലതരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിന് പറയുന്ന പേരാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിന് എക്സാമ്പിൾ പറയട്ടെ. സപ്തർഷി എന്ന് പറഞ്ഞാൽ സപ്ത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 എന്നാണ് അർത്ഥം. ഋഷി എന്ന് പറഞ്ഞാൽ സെയ്ജ് എന്നാണ് അർത്ഥം. ഋഷി എന്ന് പറഞ്ഞാൽ സന്യാസിമാര് അല്ലെ? ഋഷി, സന്യാസി, സപ്ത 7. ഇപ്പൊ സപ്തർഷി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റലേഷൻ എക്സാമ്പിൾ ആണ് ഇത് സപ്തർഷി. സപ്തർഷി ഈസ് an example of constellation. Clear? മനസ്സിലായോ? എന്താ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാല്? എന്താ മോനെ എഡ്വിനെ? സപ്തർഷി എന്ന് പറഞ്ഞാലും ഗ്രൂപ്പ് ഓഫ് സ്റ്റാർ തന്നെയാണോ? അതായത് ഒരു ടൈപ്പ്, അതൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ് സപ്തർഷി. 7 നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു ഗ്രൂപ്പിന് പറയുന്ന പേരാണ് സപ്തർഷി. അതൊരു കോൺസ്റ്റലേഷൻ ആണ്. കോൺസ്റ്റലേഷൻ എക്സാമ്പിൾ ആണ് സപ്തർഷി. നമ്മൾ പറഞ്ഞു കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റലേഷൻ മീൻസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്. While we are watching
night sky. We can see different group of stars, different group of stars in different patterns. These are known as constellation. And Saptarshi means, Sapta means 7, Rishi means sages. Saptarshi is a group of stars. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് 7 നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു ഗ്രൂപ്പാണ് സപ്തർഷി. അത് കോൺസ്റ്റലേഷൻ എക്സാമ്പിൾ ആണ്. കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ഗ്രൂപ്പായാണ് നക്ഷത്രങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ള ഗ്രൂപ്പ്, നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പിന് പറയുന്ന പേര് കോൺസ്റ്റലേഷൻ ആണ്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ് സപ്തർഷി. മനസ്സിലായോ മക്കളെ? ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. മൂന്ന് ടെക്സ്റ്റ് ബുക്ക് ഒന്നും കണ്ടുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 3 ടെക്സ്റ്റ് ഒന്നും കാണുമ്പോൾ മക്കൾ വിഷമിക്കണ്ട. അത് ശരിയാവും കേട്ടോ. ഈസിയാണ് പഠിക്കാൻ, ബുദ്ധിമുട്ടൊന്നുമില്ല. 3 ടെക്സ്റ്റ് കണ്ടുകൊണ്ട് 3 ടെക്സ്റ്റും പഠിച്ച് തീർക്കേണ്ടതിനുള്ള ടെൻഷൻ ഒന്നും ആർക്കും വേണ്ട. അഥവാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഓരോ ചാപ്റ്റർ കട്ടൊക്കെ ചെയ്യാം. കട്ട് ചെയ്തിട്ടൊക്കെ മക്കൾക്ക് എളുപ്പമുള്ള രീതിയിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. മനസ്സിലായില്ലേ? എഡ്വിനെ എന്താ മിസ്സേ, ആ 3 ടെസ്റ്റിന് ഒരു നോട്ടാ? അല്ല, വേറെ വേറെ സെപ്പറേറ്റ് നോട്ട് വേണം. മുഹമ്മദേ പറഞ്ഞ മോനെ, ചോദിച്ചോ. മിസ്സേ, ആ, ഈ ബുക്ക് ഉണ്ടോ? ഈ ബുക്കിന് നോട്ട് വേണോ? എന്താ മോനെ? ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടതിന്റെ കൂടി. അതെ, സോഷ്യലിന്റെ. ഇത് വേറെ ബുക്കാണ്. വർക്ക് ബുക്കാണ്, വർക്ക് ബുക്ക്. ടീച്ചർ അല്ല, അത് ടീച്ചർ വേറെ തന്നെ ചെയ്യിക്കും. നോട്ട് വേണ്ട. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. In ancient times, people used it to determine directions during the night with the help of stars. The North Star indicates the north direction. It is also called the pole star. It always remains in the same position in the sky. We can locate the position of the pole star with the help of the Saptarshi. Look at figure 1.1. You will notice that if an imaginary line is drawn, joining the pointer stars and extended further, it will point to the pole star. In ancient times, people used it to determine directions during the night with the help of stars. Ancient times, പഴയ കാലങ്ങളിലെ ജനങ്ങൾ എന്താ യൂസ് ചെയ്തത്? ദിശകൾ അറിയാൻ വേണ്ടി നക്ഷത്രങ്ങളെ നോക്കിയിട്ടാണ് ദിശകൾ അറിഞ്ഞത്. അത് കിഴക്ക് ഏതാണ്, പടിഞ്ഞാറ് ഏതാണെന്നൊക്കെ നക്ഷത്രങ്ങള്. The North Star indicates the north direction. North Star എന്ന് പറയുന്ന സ്റ്റാർ നോർത്ത് ഡയറക്ഷനെ കാണിക്കുന്നു. North Star indicates north direction. It is also called pole star. എന്താ pole star എന്ന് പറഞ്ഞാല്? Pole star also known as പറ മക്കളെ. നോർത്ത് സ്റ്റാർ അല്ലെ? നോർത്ത് സ്റ്റാർ ആണ് പോൾ സ്റ്റാർ. അതായത് നോർത്ത് ഡയറക്ഷനെ കാണിക്കുന്ന സ്റ്റാറിന് പറയുന്ന പേരാണ് പോൾ സ്റ്റാർ. പോൾ സ്റ്റാർ ഇൻഡിക്കേറ്റ്സ് നോർത്ത് ഡയറക്ഷൻ. അപ്പൊ അതൊരിക്കലും അതിന് മാറ്റം വരില്ല. എപ്പോഴും ആ നോർത്തിൽ തന്നെയായിരിക്കും സ്റ്റാർ ഉണ്ടാവുക. ലുക്ക് അറ്റ് ഫിഗർ 1.1. നിങ്ങൾ ഫിഗർ 1.1 നോക്കിയാട്ടെ. കണ്ടോ? ഫിഗർ 1.1. കണ്ടോ? Can you see this picture?
north star, the pointer stars facing north, west, east. കണ്ടോ പോൾ സ്റ്റാർ കണ്ടോ നോർത്ത് സ്റ്റാർ കണ്ടില്ലേ അതിനെയാണ് നമ്മൾ പോൾ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പൊ നോർത്ത് ഡയറക്ഷൻ നോർത്ത് ഭാഗത്തെ കാണിക്കുന്ന സ്റ്റാറിന് പറയുന്ന പേരാണ് പോൾ സ്റ്റാർ അല്ലെങ്കിൽ എന്താ പറയാ നോർത്ത് സ്റ്റാർ. മനസ്സിലായോ? പിന്നെ ആൻഷ്യന്റ് ടൈംസ് people used it to determine directions during the night with the help of stars. നക്ഷത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ് രാത്രി കാലങ്ങളിൽ അവര് ദിശ മനസ്സിലാക്കിയിരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ പോൾ സ്റ്റാർ നോർത്ത് സ്റ്റാർ ഇൻഡിക്കേറ്റ്സ് നോർത്ത് ഡയറക്ഷൻ. നോർത്ത് സ്റ്റാർ ഓൾസോ നോൺ ആസ് പോൾ സ്റ്റാർ. അപ്പൊ എന്താ പോൾ സ്റ്റാർ എന്ന് മനസ്സിലായോ ആദിത്യ? എന്താ പോൾ സ്റ്റാർ എന്ന് പറഞ്ഞാല്? പോൾ സ്റ്റാർ ഇൻഡിക്കേറ്റ്സ് നോർത്ത് ഡയറക്ഷൻ അല്ലേ? നോർത്ത് ഡയറക്ഷനെ കാണിക്കുന്നത്. അതായത് ആൻഷ്യന്റ് ടൈംസ് പീപ്പിൾ യൂസ്ഡ് ടു ഡിറ്റർമിൻ ഡയറക്ഷൻ ഡ്യൂറിംഗ് ദി നൈറ്റ് ടൈം വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാർസ്. നക്ഷത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ് പഴയ ആൾക്കാര് ദിശ മനസ്സിലാക്കിയിരുന്നത്. അതാണ് ഒരു നക്ഷത്രമാണ് ഇത് പോൾ സ്റ്റാർ. പോൾ സ്റ്റാർ ഇൻഡിക്കേറ്റ്സ് നോർത്ത് ഡയറക്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നോർത്ത് സ്റ്റാർ. മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ മക്കളെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിച്ചോ. ഏബൽ ആൻഡ് റുവൈ സ്വിച്ച് ഓൺ യുവർ ക്യാമറ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഹോംവർക്ക് പറയാം. ഒരു മിനിറ്റ് മോനെ എഡ്വിനെ പ്ലീസ് വെയിറ്റ്. ഒരു മിനിറ്റ് മിസ് ഹോംവർക്ക് തരാം. ഹോംവർക്ക് ശ്രദ്ധിച്ചോ, എഴുതിക്കോ. ഫുൾ മൂൺ, ന്യൂ മൂൺ, സെലഷ്യൽ ബോഡീസ്, സ്റ്റാർസ്, കോൺസ്റ്റലേഷൻ, പോൾ സ്റ്റാർ. ഇതൊന്ന് എന്താന്ന് വിവരിക്കണം. ഇതെന്താന്ന് എഴുതണം. ഡിസ്ക്രൈബ് ദ ഫോളോയിങ്: full moon, new moon, celestial bodies, stars, constellations, pole star. ഇതൊക്കെ എന്താന്ന് എഴുതാം. അണ്ടർലൈൻ ചെയ്താൽ മതി. ഫുൾ മൂണ്, ന്യൂ മൂണ്, സെലഷ്യൽ ബോഡീസ്, സ്റ്റാർസ്, കോൺസ്റ്റലേഷൻസ്, പോൾ സ്റ്റാർ. ചെയ്യേണ്ടത് ഹോംവർക്ക് ചെയ്യേണ്ടത് ക്ലാസ് വർക്കിലാണേ. പറഞ്ഞോ മുഹമ്മദ്. മിസ്സേ പിന്നെ ആ ഒരു പൊണ്ണ് നോക്കുന്നില്ലേ മേലോട്ടേക്ക്, അതില് ആ ഒരു ഫേസിങ് നോർത്ത് അതെന്ന സംഭവം? അത് മുഖം വടക്കുവശത്തേക്കായിട്ടാണ്. വടക്കുവശത്തേക്കല്ല കുട്ടി നോക്കി നിൽക്കുന്നത്. അപ്പൊ ആ മുകളിൽ കണ്ടോ, അതാണ് ആ മുകളിൽ കാണുന്നത് പോൾ സ്റ്റാർ ആണ്. കുട്ടിയുടെ മുഖം വടക്കുവശത്തേക്കാണുള്ളത്. അതിന് നേരെ തിരിഞ്ഞു നിൽക്കുമ്പോ പറഞ്ഞോ. ഇനി ആരാ? എഡ്വിൻ പറഞ്ഞവനെ. അന്ന പ്ലീസ് വെയിറ്റ്. ആ ഹോംവർക്കിന്റെ ഒന്നുകൂടെ പറയാവോ മോനെ? മിസ് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ വേണ്ടിയാ. എന്താണ് ഫുൾ മൂൺ? വാട്ട് ഈസ് ഫുൾ മൂൺ? വാട്ട് ഈസ് ന്യൂ മൂൺ? വാട്ട് ഈസ് സെലഷ്യൽ ബോഡി? വാട്ട് ഈസ് സ്റ്റാർസ്? വാട്ട് ഈസ് കോൺസ്റ്റലേഷൻസ്? വാട്ട് ഈസ് പോൾ സ്റ്റാർ? ഇതൊക്കെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. നോട്ട് ബുക്കിന്റെ പുറകുവശത്ത് എഴുതെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് എളുപ്പമായല്ലോ. നോട്ട് ബുക്കിന്റെ പുറകിൽ ചെയ്തോ. ജോഗ്രഫിയുടെ നോട്ടിന്റെ പുറകിൽ ചെയ്യാട്ടോ. പുറകിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യണം. എങ്ങനെയാ? നമ്മൾ നോട്ട് എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ പോവുക, പക്ഷെ അത് തലതിരിച്ച് പിടിച്ചിട്ട് ഇങ്ങോട്ട് എഴുതാം. ഇങ്ങനെ തലതിരിച്ച് പിടിച്ചിട്ട് ഇങ്ങോട്ട് എഴുതാം. ഇങ്ങനെ എഴുതും കേട്ടാ. ഹോംവർക്ക് എന്താടാ മുഹമ്മദേ? മിസ് ഉദ്ദേശിച്ച് ഇങ്ങനെയുള്ള കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കിട്ട് എഴുതാറില്ലേ? അതന്നെ നോട്ട് നമ്മൾ ഇങ്ങനെ സാധാരണ നമ്മൾ ഇങ്ങനെ എഴുതിട്ട് മുമ്പോട്ട് ഇങ്ങനെ പോവില്ലേ? അത് തലതിരിച്ച് പിടിക്കുമ്പോ അതേപോലെ ആവുമല്ലോ. അപ്പൊ നിങ്ങൾ അതന്നെ. അതായത് സോഷ്യല് ഹോംവർക്കും അതിന്റെ പുറകിൽ തന്നെ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഈസി ആവും. മോനെ റുവൈസെ പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്യും മോനെ. മിസ്സേ പുതിയ കുട്ടി വരുന്നുണ്ട്.
ആ പുതിയ ബുക്കിന്റെ പുറകിൽ, നോട്ട് ബുക്കിന്റെ പുറകിൽ. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, മിസ്സിനോട് ചോദിക്കാം. നിങ്ങളുടെ ഹോംവർക്ക് പേഴ്സണലി സെൻഡ് ചെയ്യണേ, ഗ്രൂപ്പിൽ ചെയ്യരുത്, പേഴ്സണലി മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. മിസ് സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞിട്ടേ, സ്റ്റാറിനെ കുറിച്ച് മിസ്സിന് പഠിപ്പിച്ചാന്നിട്ടേ, ആ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആദ്യല്ലേ മോനെ അത്? ആ എന്താ സ്റ്റാർസ് എന്നല്ലേ പറഞ്ഞത്? അതായത് നമ്മൾ പറഞ്ഞു സൺ, മൂൺ ആൻഡ് ഓൾ ദോസ് സബ്ജക്ട്സ് ഷൈനിങ് ഇൻ ദ നൈറ്റ് സ്കൈ. രാത്രി കാലങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന എല്ലാ ഷൈനി ഒബ്ജക്ട്സിനെയും നമ്മള് സെലഷ്യൽ ബോഡീസ് എന്നാണ് പറയാം. സം സെലഷ്യൽ ബോഡീസ് ആർ ഹോട്ട് ആൻഡ് ബിഗ്. സ്വന്തമായി ഹീറ്റ് ആൻഡ് ലൈറ്റ് ഉള്ള വലിയ അല്ലെങ്കിൽ ഗ്യാസ് കൊണ്ട് ഉണ്ടാക്കിയ സെലഷ്യൽ ബോഡീസിന് പറയുന്ന പേരാണ് സ്റ്റാർസ്. സൺ ഈസ് എ സ്റ്റാർ. ഒരു സ്റ്റാറിന് എക്സാമ്പിൾ ആണ് സൺ. Time is going to over. Bye bye. See you in the next class. Bye bye. Homework ചെയ്യാ ഇന്ന് തന്നെ ചെയ്തിട്ട് മിസ്സിനെ സെൻഡ് ചെയ്ത് തരണേ.